എല്ലാവർക്കും ഡേ വിത്ത് റുഫാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് ഒന്ന് ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു ഡിഷാണ് കൂന്തൽ നിറച്ചത്. അപ്പോൾ നമുക്ക് ഇന്ന് കൂന്തൽ നിറച്ചത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് കൂന്തൽ എടുത്തിട്ടുണ്ട്. ഇത് ചെറിയ സൈസ് കൂന്തലാട്ടോ. ഇടയ്ക്ക് 1-2 മാത്രമേ ഉള്ളൂ കുറച്ച് വലിപ്പമുള്ളത്. ഞാൻ കൂന്തലെല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് അതിൻ്റെ ചിറകും തലയുടെ കുറച്ച് ഭാഗവും നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാട്ടോ. ഇനി നമുക്ക് ഇതിന് വേണ്ട ഫില്ലിങ്സ് ഒന്ന് റെഡിയാക്കാം. അതിനായിട്ടൊരു പാൻ വെച്ച് ഒന്ന് ചൂടാകുമ്പോൾ ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിലോട്ട് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു 4 സവാള, ഇത് ഞാനിപ്പോൾ ചോപ്പറിലിട്ട് അരിഞ്ഞെടുത്തതാട്ടോ. ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോഴായിരിക്കും നമുക്ക് ഫില്ല് ചെയ്യാൻ എളുപ്പം. ഇനി ഇതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് നമുക്ക് വഴറ്റിയെടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ സവാളയൊക്കെ ഒന്ന് വാടിക്കിട്ടും. ഇപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 3/4 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടി. ഇത്രയും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഈ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കൂന്തലിൻ്റെ പാർട്സ് ഉണ്ടല്ലോ, അതുകൂടി ചേർത്ത് കൊടുക്കാം. അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മളിതിൽ പ്രത്യേകമായിട്ട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ കൂന്തലിൽ നിന്നുള്ള വെള്ളം തന്നെ ഇറങ്ങിയിട്ട് ഇത് വെന്ത് കിട്ടിക്കോളും. ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്തിട്ട് നമുക്കിത് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ അകത്തുള്ള വെള്ളമെല്ലാം ഒന്ന് വറ്റി ഒന്ന് ഡ്രൈ ആയി കിട്ടണം. ഇപ്പം നമ്മുടെ മസാല എല്ലാം ഒരുവിധം റെഡി ആയിട്ടുണ്ട്. വെള്ളമെല്ലാം വറ്റി ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയതൂടെ ചേർത്ത് കൊടുക്കാം. ആ തേങ്ങയും കൂടെ ഒന്ന് വെന്ത് കിട്ടണമല്ലോ, അതിനുവേണ്ടി നമ്മളത് ഒരു 5 മിനിറ്റും കൂടെ അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. അപ്പോഴേക്കും ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരും. ഇപ്പം നമ്മുടെ ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്കത് ഈ കൂന്തലിൻ്റെ ഉള്ളിൽ ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം. അത് ചെറിയൊരു ടാസ്ക് ആട്ടോ. ആദ്യം ഞാൻ സ്പൂൺ കൊണ്ട് നോക്കി, സ്പൂണിൻ്റെ ബാക്ക് സൈഡ് കൊണ്ട് നോക്കി, എന്നിട്ടൊന്നും ഉള്ളിലോട്ട് കയറ്റാൻ ഭയങ്കര പാട്. അങ്ങനെ പിന്നെ വീണ്ടും കൈ കൊണ്ട് മസാലയെല്ലാം ഉള്ളിലോട്ട് നിറച്ച് കൊടുക്കുക കേട്ടോ ചെയ്തത്. നമ്മുടെ ഈ കൂന്തലിൻ്റെ ആ സൈഡിൽ ഒരു ചെറിയ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നമുക്ക് ഈസി ആയിട്ട് മസാല ഉള്ളിലോട്ട് കയറ്റി കൊടുക്കാൻ പറ്റും കേട്ടോ. അത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കണം. ഫില്ല് ചെയ്തെടുത്തിട്ട് നമുക്കൊരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ പച്ച ഈർക്കിലുണ്ടല്ലോ, ഈർക്കിലോ കൊണ്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കാം. ഇതുപോലെ നമുക്ക് ബാക്കിയെല്ലാം ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം. ഇപ്പം മസാലയെല്ലാം നമ്മുടെ കൂന്തലിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ആവിയിലൊന്ന് വേവിച്ചെടുക്കണം. ഒരു 10-15 മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും.
ഇപ്പോൾ ഒരു 10-15 മിനിറ്റ് ഞാൻ ഇത് വേകാൻ വെച്ചിട്ടുണ്ടായിരുന്ന ആവിയിൽ. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ദാ നമ്മുടെ കൂന്തലെല്ലാം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ. പക്ഷെ നമുക്കിത് കുറച്ചുകൂടെ ഒന്ന് സ്പൈസി ആക്കി എടുക്കാം. അപ്പോഴായിരിക്കും കുറച്ചുകൂടി ടേസ്റ്റ്. ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിൽ ഒരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയും ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ വിനാഗിരി, ഒരു 1/4 ടീസ്പൂൺ വെളിച്ചെണ്ണ, ഇത്രയും കൂടെ ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം ഒരുപാട് കൂടിപ്പോണ്ട കേട്ടോ. നമ്മുടെ ഈ കൂന്തലിൻ്റെ മേളിൽ മസാല ഒന്ന് പിടിച്ചിരിക്കണമെങ്കിൽ കുറച്ചൊരു കട്ടിയിൽ വേണം നമ്മൾ മസാല കൂട്ടിയെടുക്കാൻ. എന്നിട്ട് നമുക്ക് ഇത് ഈ കൂന്തലിൻ്റെ അകത്ത് ഒന്ന് പുരട്ടി ഒരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് കൂന്തലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ അതിനായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് ഫ്രൈ ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത്. ഓയിലൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ആദ്യം കുറച്ചൊരു കറിവേപ്പില ഇട്ട് കൊടുക്കാം, ഒരു മണത്തിന് വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മസാല തേച്ച് വെച്ചിരിക്കുന്ന കൂന്തലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഓൾറെഡി വെന്ത കൂന്തലല്ലേ, അപ്പോൾ ഒരുപാട് നേരമൊന്നും വേണ്ട. 2 സൈഡും ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടിയാൽ മതി. പിന്നെ ഫ്രൈ ചെയ്യുമ്പോൾ അടച്ച് വെച്ച് ഫ്രൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ ഇത് പൊട്ടാൻ സാധ്യതയുണ്ട്. എനിക്കങ്ങനെ 1-2 പൊട്ടി എണ്ണയൊക്കെ ഒന്ന് തെറിച്ചായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഒന്ന് അടച്ച് വെച്ച് 2 സൈഡും ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇപ്പം നമ്മുടെ കൂന്തൽ നിറച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റായിട്ട് ഒരു വെറൈറ്റി ടേസ്റ്റാണ്. ആ തേങ്ങയുടെയും ഒക്കെയുള്ള ഒരു ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇനി കൂന്തൽ കിട്ടുമ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. അപ്പോഴെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. ഒരു കമൻറ്റ് തരാനും ഒരു ലൈക്ക് തരാനും മറന്നു പോകരുത് കേട്ടോ. അതുപോലെ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഒന്ന് ഫോളോ ചെയ്യണേ. അപ്പോൾ ഇനി നല്ല നല്ല വീഡിയോസുകളുമായിട്ട് വീണ്ടും കാണാം.